പോയിന്റർ അരിത്മെറ്റിക്. ഇതിൽ നിങ്ങൾ നമ്മൾ സാധാരണ അഡീഷനോ സബ്ട്രാക്ഷനോ ഇതിലിപ്പോൾ നിങ്ങൾ സാധാരണ ഇപ്പോൾ ഈ 2+1 എന്ന് പറയുമ്പോൾ അത് 3 ആണല്ലേ. നമ്മൾ ആഡ് ചെയ്യുന്ന സമയത്ത് അത് 3 ആണ്. എന്നാൽ പോയിന്ററിൻ്റെ കേസ് അങ്ങനെയല്ല. പോയിന്റർ എപ്പോഴും നമ്മുടെ ഡാറ്റ ടൈപ്പിൻ്റെ സൈസ് അനുസരിച്ചായിരിക്കും അതിൻ്റെ അഡീഷനൊക്കെ വരുന്നത്. അതായത് ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ സാധാരണ കമ്പൈലറിനെ ഡിപ്പെൻഡൻ്റ് ആണ് ഈ ഡാറ്റ ടൈപ്പിൻ്റെ സൈസൊക്കെ. സാധാരണ ഇൻറ്റ് ഇപ്പോൾ ഇതിൽ 4 ബൈറ്റ് ആണ് അതിൻ്റെ സൈസ്. പിന്നെ അതേപോലെ ക്യാരക്ടറിൻ്റെ 1 ബൈറ്റ് ആണ്. ഫ്ലോട്ട് ഐ തിങ്ക് ഇറ്റ്സ് ഓൾസോ 4 ബൈറ്റ് അല്ലേ. അപ്പോൾ ഓരോന്നിനും ഡാറ്റ ടൈപ്പിൻ്റെ സൈസിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമ്മുടെ പോയിന്റർ അരിത്മെറ്റിക് വരുന്നത്. അതായത് നമുക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ ഇൻക്രിമെൻ്റ് ചെയ്യാം, പോയിന്ററിന് ഇൻക്രിമെൻ്റ് ചെയ്യാം, അതേപോലെ തന്നെ ഡിക്രിമെൻ്റ് ചെയ്യാം, അതേപോലെ ഒരു നമ്പേഴ്സ് ആഡ് വിത്ത് എ നമ്പർ, ഒരു വാല്യൂ നമുക്കതിൽ ആഡ് ചെയ്യാം. അതേപോലെ സബ്ട്രാക്ഷൻ പോസിബിൾ ആണ്. അഡീഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ 2 പോയിന്റേഴ്സ് തമ്മിലുള്ള അഡീഷൻ അല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. അഡീഷൻ വിത്ത് വാല്യൂ, ഒരു നമ്പർ ഒക്കെ, അതായത് പോയിന്റർ പ്ലസ് ഒരു നമ്പർ. അതേപോലെ തന്നെ സബ്ട്രാക്ഷൻ ഉദ്ദേശിക്കുന്നത് പോയിന്റർ മൈനസ് എ നമ്പർ. ഇങ്ങനെയാണ് വരുന്നത്. ഇത്രയും അരിത്മെറ്റിക് ഓപ്പറേഷൻസ് ആണ് പോയിന്റേഴ്സ് സപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ സാധാരണ ഇൻക്രിമെൻറ്റും ഇതിലെന്താണ് സംഭവിക്കുന്നത് നോക്കാം. നമ്മൾ സാധാരണ ഇൻക്രിമെൻ്റ് ചെയ്യുമ്പോൾ നിങ്ങളിപ്പോൾ ഒരു i is equal to 0 ഇൻറ്റ് i is equal to 0 i ++ എന്ന് കൊടുത്താൽ അടുത്ത സെക്കൻഡിൽ ഇത് എന്തായി മാറും? i is equal to ഐയിൽ എന്തായിരിക്കും വാല്യൂ? 1 ആയിട്ടുണ്ടായിരിക്കും അല്ലേ. എന്നാൽ നിങ്ങളൊരു പോയിന്റർ ഇപ്പോൾ സപ്പോസ് ഇൻറ്റ് i is equal to 155 നിങ്ങളൊരു പോയിന്റർ ക്രിയേറ്റ് ചെയ്തു, ഒരു ഇൻറ്റിജർ പോയിന്റർ p is equal to ampersand of i, അതായത് നമ്മുടെ ഐൻ്റെ അഡ്രസ്സാണ് നമ്മുടെ പിയിൽ. ഇനി നിങ്ങൾ p = p+1 അതായത് ഒന്ന് ഇൻക്രിമെൻ്റ് ചെയ്താൽ സംഭവിക്കുന്നത്, ഇവിടെ സപ്പോസ് നമ്മുടെ പിയിലുണ്ടായിരുന്ന കണ്ടൻറ്റ്, അതായത് ഐൻ്റെ അഡ്രസ്സ് ഒരു 1000 ആണെന്ന് വിചാരിക്കും. 1000 ആണെന്നുണ്ടെങ്കിൽ നമ്മൾ പീനെ ഒന്ന് ഇൻക്രിമെൻ്റ് ചെയ്യുമ്പോൾ സംഭവിക്കുന്നത് അത് 4 ബൈറ്റ് വെച്ചിട്ടാണ് ഇൻക്രിമെൻ്റ് ചെയ്യുക. അതായത് ഇവിടെ ഇപ്പോൾ പിയിലുണ്ടായിരിക്കുക 1004 എന്നായിരിക്കും. ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ 1004 ആയിരിക്കും ഉണ്ടായിരിക്കുക. അതായത് ന്യൂ അഡ്രസ് ഈസ് ഈക്വൽ ടു എന്താണ് വരുന്നത്? കറണ്ട് അഡ്രസ് പ്ലസ് നമ്മൾ എന്ത് വെച്ചാണ് ആഡ് ചെയ്യുന്നത്. ഇപ്പോൾ ഇവിടെ ഞാൻ 1 അല്ലേ, ഇവിടെ നമ്മൾ ഇൻക്രിമെൻ്റ് ആവുകൊണ്ട് ഞാൻ ജസ്റ്റ് ഇവിടെ ഇതിന് ഇതിൽ അല്ലെങ്കിൽ നിങ്ങൾ ആഡ് ചെയ്യുന്ന നമ്പർ അതുകൊണ്ട് n എടുക്കണം. നിങ്ങൾ നമ്മൾ അഡീഷൻ നടക്കുന്നത് ഏത് നമ്പറാണോ, ഇവിടെ ഇപ്പോൾ 1 ആണ്, ചിലപ്പോൾ നമുക്ക് 2 or 3 ഒക്കെ ആഡ് ചെയ്യാം. അപ്പോൾ സപ്പോസ് അവിടെ ആഡ് ചെയ്യുന്നത് ആ ആഡ് ചെയ്യുന്ന നമ്പർ ഇൻറ്റു സൈസ് ഓഫ് ഡാറ്റ ടൈപ്പ്. നമ്മൾ ഏത് ഡാറ്റ ടൈപ്പാണോ കൊടുത്തിരിക്കുന്നത് അതാണ് ശരിക്കും അതിൻ്റെ
ആ അഡീഷനിൽ വരുന്നത്. ഇവിടെ n 1 ജനറലായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെയാണ് നമ്മളെ ആ അഡീഷൻ ചെയ്യുന്ന സമയത്ത് ഇതിലേക്ക് വരുന്നത്. ഇത് അഡ്രസ്സ് ആയത് കാരണം തന്നെ നമുക്ക് p+1 എന്ന് പറയുമ്പോൾ 1000 എന്ന് പറയുന്ന ഒരു അഡ്രസ്സ് ഉണ്ട്. ദെൻ അടുത്തത് ഇൻറ്റിജർ ഡാറ്റ ടൈപ്പ് ആയത് കാരണം നമ്മൾ പോയിന്റർ ഇൻറ്റിജർ ആയത് കാരണം 1000 ഈ 1000 കഴിഞ്ഞാൽ 1000 1001 1002 1003 ഈ 4 എണ്ണത്തിലും ഈ 4 ലൊക്കേഷനിലും നമ്മുടെ എന്താണ് ഈ അതിൻ്റെ വാല്യൂ ആയിരിക്കും ഉണ്ടായിരിക്കുക അല്ലേ, അതിൻ്റെ വാല്യൂ ആയിരിക്കും ഉണ്ടായിരിക്കുക. അപ്പോൾ അടുത്തതൊന്ന് ഇൻക്രിമെൻ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക 4 ബൈറ്റാണ് നമ്മുടെ ഈ ഒരു ഇൻറ്റിജർ ആയിട്ടുള്ള ഡാറ്റ ടൈപ്പ് ആയിട്ടുള്ള ഈ വാരിയബിളിന് വേണ്ടിയിട്ട് അലോക്കേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് ഓരോ അഡ്രസ്സിലും 1 ബൈറ്റ്, ഓരോ ലൊക്കേഷനും 1 ബൈറ്റ് ലോങ് ആണ്. ഇതെല്ലാം 1 ബൈറ്റ് ലോങ് ആണ്. അതുകൊണ്ട് ഈ 4 ബൈറ്റും വരുന്നത് ഈ 4 ബൈറ്റും വരുന്നത് നമ്മുടെ ഈ ഐ എന്ന് പറയുന്ന ഈ വാരിയബിളിന് വേണ്ടിയിട്ട് അലോക്കേറ്റഡ് ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾ p+1 എന്ന് നമ്മൾ ചെയ്യുമ്പോൾ, അതായത് നെക്സ്റ്റ് അഡ്രസ്സിലേക്ക് ഇൻക്രിമെൻ്റ് ചെയ്യുമ്പോൾ അടുത്ത അഡ്രസ്സായിട്ട് ഏത് വരുന്നത് ഏതായിരിക്കും? 1004 ആണ്. ഇവിടുന്ന് തൊട്ടിട്ടേ നമുക്ക് അടുത്ത ഇൻറ്റിജർ ഡാറ്റ ടൈപ്പ് നമുക്ക് അലോക്കേറ്റ് ചെയ്യാൻ കഴിയുകയുള്ളൂ. ഇതിപ്പോൾ ഈ 4 എണ്ണം ഈ 4 ബൈറ്റും നമ്മൾ ആർക്ക് വേണ്ടിയിട്ടാണ്? നമ്മുടെ ഇൻറ്റിജർ വാരിയബിൾ ആയിട്ടുള്ള ഐക്ക് വേണ്ടിയിട്ട് അലോക്കേറ്റഡ് ആണ്. ആ കൺസെപ്റ്റ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അങ്ങനെ തന്നെയാണ് ഇതിൻ്റെ കേസും. ഇപ്പോൾ ഡിക്രിമെൻ്റ് ആണെന്നുണ്ടെങ്കിലും നിങ്ങളിപ്പോൾ ഇൻറ്റ് i = 100 ഇവിടെ നിങ്ങളൊരു പോയിന്റർ ക്രിയേറ്റ് ചെയ്തിരിക്കും ഇൻറ്റ് സ്റ്റാർ p, അതിന് p = %i നിങ്ങളത് ചെയ്തിരിക്കുന്നു. ഇനി നിങ്ങൾക്കിപ്പോൾ അതൊന്ന് ഡിക്രിമെൻ്റ് ചെയ്യണം. p = p-1 ഒന്ന് ഡിക്രിമെൻ്റ് ചെയ്യണം. അങ്ങനെ ഡിക്രിമെൻ്റ് ചെയ്യുമ്പോഴും സെയിം തന്നെയാണ് സംഭവിക്കുക. ഡിക്രിമെൻ്റ് ചെയ്യുന്നത് എങ്ങനെയായിരിക്കും? ഇപ്പോൾ ആദ്യം പിയിൽ ഇങ്ങനെ ചെയ്ത് ഈ സ്റ്റേറ്റ്മെൻറ്റിൽ പിയിൽ എത്രയും 1000 ആണെന്നുണ്ടെങ്കിൽ നമ്മൾ p-1 എന്ന് നമ്മൾ ഈ സ്റ്റേറ്റ്മെൻ്റ് ആവുമ്പോൾ നമ്മളെ പിയിലുണ്ടായിരിക്കുന്ന വാല്യൂ എത്രയായിരിക്കും? 996 അല്ലേ? ഇതായിരിക്കും ഉണ്ടായിരിക്കുക. അതായത് ന്യൂ അഡ്രസ് ഈസ് ഈക്വൽ ടു കറണ്ട് അഡ്രസ് മൈനസ് ഏതാണോ ഇതിന് n എന്ന് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ n ഇൻറ്റു സൈസ് ഓഫ് അവർ ഡാറ്റ ടൈപ്പ്. ഡിക്രിമെൻ്റ് അല്ലേ? അപ്പോൾ കറണ്ട് അഡ്രസ് മൈനസ് n ഇൻറ്റു സൈസ് ഓഫ് ഡാറ്റ ടൈപ്പ്. ഇങ്ങനെയാണ് ആ ഡിക്രിമെൻറ്റും നടക്കുന്നത്. ഓക്കെ. അതേപോലെ നമുക്ക് ആഡ് ചെയ്യുമ്പോൾ ഒരു നമ്പർ നമ്മളിതിലേക്ക് ആഡ് ചെയ്യുമ്പോൾ, അതായത് നിങ്ങളിപ്പോൾ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ തന്നെ ഇൻറ്റ് i = 100 ഇൻറ്റ് സ്റ്റാർ p = %i. ദെൻ നമ്മൾ എന്ത് ചെയ്യണം? p = p+3 ഇങ്ങനെ ചെയ്യണം. ഇങ്ങനെ ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക? സപ്പോസ് ഇവിടെ ആദ്യത്തെ ഈ സ്റ്റേറ്റ്മെൻറ്റിൽ പിയുടെ വാല്യൂ 1000 ആയിരുന്നു എങ്കിൽ ഈ p+3 എന്തായിരിക്കും ഉണ്ടായിരിക്കുക? 1012 അല്ലേ? 1012 ആയിരിക്കും ഉണ്ടായിരിക്കുക. എങ്ങനെയാണ്? അതായത് 3 ഇൻറ്റു ഇൻറ്റിജറിൻ്റെ സൈസ് എത്രയാണ്? 4 ആണ്. അതുകൊണ്ട് തന്നെ എങ്ങനെ വരുന്നത്? ന്യൂ അഡ്രസ് ഈസ് ഈക്വൽ ടു കറണ്ട് അഡ്രസ്
പ്ലസ് n ഇൻറ്റു സൈസ് ഓഫ് ഡാറ്റ ടൈപ്പാണ്. ഇത് നിങ്ങൾ മറക്കരുത്, അതുകൊണ്ട് ഞാൻ വീണ്ടും 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 ഞാനിത് എഴുതുന്നത്. അപ്പോൾ കറണ്ട് അഡ്രസ്സ് എന്ന് പറയുന്നത് 1000 പ്ലസ് n എന്ന് പറയുന്നത് നമ്മളിവിടെ 3 ആണ് ഇൻറ്റു 4, അതുകൊണ്ട് തന്നെ 1012 അല്ലേ? ഇതാണ് അഡീഷൻ. അതേപോലെ തന്നെ സബ്ട്രാക്ഷൻ്റെ കേസിൽ ഇത് തന്നെയാണ്. ഇവിടെ സബ്ട്രാക്ഷൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ P-3 ഒക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇത് 1000, പിന്നെ നമ്മളത് ഇങ്ങനെ വരുന്ന സമയത്ത് എത്ര വരും? 988 എന്നായിരിക്കും ഉണ്ടായിരിക്കുക അല്ലേ? നമ്മൾ ഇത് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ 12 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ അതാണ് 3 അല്ല മൈനസ് ചെയ്യുക, 3 ഇൻറ്റു 4 അതായിരിക്കും മൈനസ് ചെയ്യുക. അപ്പോൾ അതുകൊണ്ട് അത് പോയിന്ററിന്റെ ഡാറ്റ ടൈപ്പ് ഏതാണോ അതിനനുസരിച്ചാണ് അവിടെ ആ അരിത്തമെറ്റിക് വരിക. ഓക്കെ, നിങ്ങൾ വേറെ ക്യാരക്ടറാണ് കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ട് നമ്മളിവിടെ P-3, അപ്പോൾ അവിടെ സൈസ് ഡാറ്റ ടൈപ്പിൻ്റെ സൈസ് 1 ആണ്, അതുകൊണ്ട് തന്നെ അങ്ങനെ ആയിരിക്കും വരിക. ഓക്കെ, പിന്നെ നമുക്ക് ചെയ്യാവുന്ന വേറൊരു കാര്യം, നമുക്ക് ഇല്ലീഗലായിട്ടുള്ള കുറച്ച് ഓപ്പറേഷൻസ് ഉണ്ട്. ഇല്ലീഗലായിട്ട് വരുന്നതാണ് നമ്മളെ അഡ്രസ്സും തമ്മിൽ, പോയിന്റർ അഡ്രസ്സും തമ്മിൽ ആഡ് ചെയ്യാൻ പറ്റില്ല. അതായത് അങ്ങനത്തെ ഒരു ഇല്ലീഗലായിട്ടുള്ളൊരു അഡ്രസ്സ് കിട്ടുമെന്നുള്ളത് കൊണ്ട് തന്നെ അത് ഇല്ലീഗലായിട്ടുള്ളൊരു ഓപ്പറേഷനാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റില്ല. 2 അഡ്രസ്സിൻ്റെ നമ്മൾ പെർസെൻറ്റേജ് കാണാൻ പറ്റില്ല. മോഡുലസ് ഓപ്പറേഷൻ ചെയ്യാൻ പറ്റില്ല. അതേപോലെ തന്നെ ഒരു അഡ്രസ്സ് കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. അതേപോലെ തന്നെ ഒരു അഡ്രസ്സ് ഇട്ട് ആൻഡ്, ഓർ, നോട്ട് ഇതൊന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെ അതേപോലെ നമുക്കതിൻ്റെ പവർ, ഒരു അഡ്രസ്സിനെ വേറൊരു അഡ്രസ്സായിട്ട് പവർ ചെയ്യാൻ പറ്റില്ല. നമുക്ക് ഒരു കാര്യം ചെയ്യാം, ഒരു അഡ്രസ്സിൽ നിന്ന് വേറൊരു അഡ്രസ്സ് മൈനസ് ചെയ്യാം. ഇത് ഓക്കെയാണ്. ഓക്കെ, ഒരു അഡ്രസ്സിൽ നിന്ന് വേറൊരു അഡ്രസ്സ് മൈനസ് ചെയ്യാം. ബാക്കി ഇതൊക്കെ ഏതാണ്? ഇല്ലീഗലായിട്ട് വരുന്ന ഓപ്പറേഷൻസ് ആണ്. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ആ കോൺസെപ്റ്റ് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എന്താണ് അരിത്തമെറ്റിക് ഓപ്പറേഷൻസ് ഉള്ള പ്രത്യേകത എന്താണെന്നുള്ളത് പോയിന്റർ അരിത്തമെറ്റിക്കിൽ. നമുക്കൊരു ജസ്റ്റ് ഒരു എക്സാമ്പിൾ ചെയ്തു. പോയിന്റർ അരിത്മെറ്റിക്. സോ നമ്മൾ ആദ്യം ചെയ്യുന്നതൊന്ന് ഇൻക്രിമെന്റ് ചെയ്ത് നോക്കുകയാണ്. നമ്മൾ അതിന് വേണ്ടിയിട്ട് ജസ്റ്റ് ഒരു നമ്പർ ഇൻറ്റ് n ഈസ് ഈക്വൽ ടു നേരത്തെ പറഞ്ഞ പോലെ 100 സംതിങ് ലൈക്ക് ദാറ്റ്. ദെൻ ഒരു പോയിന്റർ ഇൻറ്റു *3. ഇവിടെ ഈ സ്റ്റാർ കൊടുക്കുന്ന ഇങ്ങനെ ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ ഈ സ്റ്റാർ ഇവിടെ കൊടുക്കുന്നതിൻ്റെ അർത്ഥം നമ്മൾ പിന്നെ കമ്പൈലറോട് പറയാണ് P എന്ന് പറയുന്നത് ഒരു പോയിന്റർ വേരിയബിളാണ്. അത് നമ്മൾ യൂസ് ചെയ്യുന്നത് അഡ്രസ്സ് സ്റ്റോർ ചെയ്യാൻ വേണ്ടി മാത്രം, അഡ്രസ് കാൽക്കുലേഷനൊക്കെ വേണ്ടിയിട്ട് മാത്രമാണ്.
അതിൻ്റെ ഡാറ്റ ടൈപ്പ് എന്ന് പറയുന്നത് ഇൻറ്റിജറാണ്. ഇത്രയാണ് നമ്മൾ ഇങ്ങനെ ഡിക്ലെയർ ചെയ്യുന്നത് കൊണ്ട് പറഞ്ഞു കൊടുക്കുന്നത്. ദെൻ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ പിയിലേക്ക് നമ്മുടെ ഇതിൻ്റെ അഡ്രസ്സ് സ്റ്റോർ ചെയ്യണം എന്ന്. ഓക്കെ, ദെൻ നമ്മൾ ജസ്റ്റ് അതൊന്ന് പ്രിൻ്റ് ചെയ്യണം. നമുക്ക് അതിൻ്റെ മുന്നേ ഇൻക്രിമെൻ്റ് ചെയ്യുന്നതിൻ്റെ മുന്നേ എന്താണ് അഡ്രസ്സ്, ഇൻക്രിമെൻ്റ് ചെയ്തതിന് ശേഷം എന്താണെന്ന് നോക്കി വെക്കുക. അഡ്രസ്സൊക്കെ ആയതുകൊണ്ട് നമുക്ക് കുറച്ചും കൂടെ ലെങ്തി അൺസൈൻഡ് ആണ്, സൈൻ ഇല്ലാത്തതാണ്. അതുകൊണ്ട് നമ്മൾ %u കൊടുക്കുന്നു. ദെൻ നമുക്ക് സ്ലാഷ്, ദെൻ നമുക്ക് പി ആക്കാം. ദെൻ ഞാൻ പി ഒന്ന് ഇൻക്രിമെൻ്റ് ചെയ്യണം. p = p + 1. ദെൻ ജസ്റ്റ് ആഫ്റ്റർ അപ്പോൾ ഇത്രയാണ് നമ്മുടെ പ്രോഗ്രാം. ജസ്റ്റ് ഇൻക്രിമെൻറ്റിൻ്റെ ഒരു ഡെമോൺസ്ട്രേഷൻ ആണ്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ കഴിയും, ഇവിടെ കാണാൻ പറ്റുന്നുണ്ടോ കുറച്ച്, അതായത് ലാസ്റ്റ് 572 ആണ്. ബിഫോർ ഇൻക്രിമെൻറ്റ് 572 ആയിരുന്നു. ആഫ്റ്റർ ഇൻക്രിമെൻറ്റ് കണ്ടോ 4 ആഡ് ചെയ്തിരിക്കുന്നത്. നമ്മൾ ഒന്ന് ഇൻക്രിമെൻറ്റ് ചെയ്തപ്പോൾ അത് 4 വന്നിരിക്കുന്നത് ആഡ് ചെയ്തിട്ട്. 576 ആയിട്ടുണ്ട്. ഓക്കെ, ജസ്റ്റ് നമുക്ക് സെയിം തന്നെ ഒന്ന് ഡിക്രിമെൻറ്റ് ചെയ്ത് നോക്കാം. ഇത് കണ്ടോ, അത് 4 ഡിക്രിമെൻ്റ് ആയിട്ട് വന്നിട്ടുള്ളത്. ഇനി നമുക്ക് ജസ്റ്റ് ഒരു നമ്പർ ആഡ് ചെയ്ത് വെക്കാം. +6. ഇവിടെ നോക്കുക 96, 72. ഇവിടെ നിങ്ങൾക്ക് വലിയ നമ്പർ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എത്ര വരാം, 5. ഓരോ പ്രാവശ്യം ഓരോ അഡ്രസ്സായിരിക്കും വരിക കേട്ടോ. അതെന്താണ് അതിൻ്റെ റീസൺ, ഇവിടെ കമ്പൈലറാണ് ഓരോ ഇതും ചെയ്യുന്നത്. നിങ്ങൾക്ക് ഒരു നമ്പർ p + 5 അതിലേക്കൊരു വാല്യൂ നമ്മൾ ആഡ് ചെയ്യണം. അങ്ങനെ വാല്യൂ ആഡ് ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്, ഇവിടെ നിങ്ങൾ നോക്കുക. ഇവിടെ ഇപ്പോൾ 20 ആണോ 20 എന്ത് ചെയ്തിരിക്കുന്നത്, ഇൻക്രിമെൻ്റ് ആയിട്ട് വന്നിരിക്കുന്നത് കണ്ടോ. 572 ഉള്ളത് 592 ആയിട്ടുണ്ട്. 20 ബൈറ്റ് ഇൻക്രിമെൻ്റ് ആയിട്ടുണ്ട്. ആ 20 ബൈറ്റ് എന്ന് പറഞ്ഞത് എങ്ങനെയാണ് വന്നിരിക്കുന്നത്, നമ്മൾ 5 ഇൻക്രിമെൻ്റ് ആഡ് ചെയ്തിട്ടുള്ളൂ. അപ്പം അതിൻ്റെ അർത്ഥം എന്താണ്, 5 × 4 അല്ലേ. 20 ഇൻക്രിമെൻ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ 5 × 4, അതായത് നമ്മുടെ ഡാറ്റ ടൈപ്പിൻ്റെ സൈസ് വെച്ചിട്ടാണത് ഇൻക്രിമെൻ്റ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഓൾഡ് അഡ്രസ് ഈസ് ഈക്വൽ ടു കറണ്ട് അഡ്രസ് പ്ലസ് എന്താണ് നമ്മുടെ എത്രയാണോ നമ്പർ 5 × സൈസ് ഓഫ് ഡാറ്റ ടൈപ്പ്. അപ്പോൾ 5 × 4 അത് വെച്ചിട്ടാണ് ഇൻക്രിമെൻ്റ് ആയിരിക്കുന്നത്. അതേപോലെ തന്നെ ഡിക്രിമെൻ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നോക്കുക, ഇവിടെ 20 ഡിക്രിമെൻ്റ് ആയിട്ടുണ്ട്. 572 ഇൻക്രിമെൻറ്റിൽ ബിഫോർ ഡിക്രിമെൻ്റ്. ടെക്സ്റ്റ് അവിടെ മാറ്റിയിട്ടില്ല കേട്ടോ, നിങ്ങൾ മനസ്സിലാക്കുക. നമ്മളിവിടെ ഡിക്രിമെൻ്റാണ് ചെയ്തിരിക്കുന്നത്. നമ്മൾ 20 അവിടെ ഡിക്രിമെൻ്റ് ആയിട്ടുള്ളത്. 5 × 4 ഡിക്രിമെൻ്റ് ആയിട്ടുള്ളത്. ഇനി നമുക്കിവിടെ ക്യാരക്ടർ കൊടുത്ത് നോക്കാം.
ഇൻറ്റിജറിന് പകരം ക്യാരക്ടർ കൊടുത്തു നോക്കാം. അവിടെ പോയിന്റർ ഒന്ന് മാറ്റിയിട്ട് ക്യാരക്ടർ കൊടുത്തു നോക്കാം. ഇവിടെ നോക്കുക 5 ഉള്ളൂ ഡിക്രിമെൻ്റ് ആയിട്ട്. ഇവിടെ ഡിക്രിമെൻ്റാണ് കൊടുത്തിരിക്കുന്നത്. നമ്മൾ 5 ഡിക്രിമെൻ്റ് ചെയ്യാൻ പറഞ്ഞു, 5 ഡിക്രിമെൻ്റ് ആയിട്ടുള്ളൂ. അതിൻ്റെ റീസൺ എന്താണ്? നമ്മുടെ ഇവിടെ ഡാറ്റ ടൈപ്പിൻ്റെ സൈസ് 1 ബൈറ്റ് ആണ്. അതുകൊണ്ട് തന്നെ എന്താണ് 5 തന്നെയാണ് ഡിക്രിമെൻ്റ് ആയിട്ടുള്ളത്. നമുക്ക് ജസ്റ്റ് 1 വെച്ചിട്ട് 1 ഒന്ന് ഇൻക്രിമെൻ്റ് ചെയ്ത് നോക്കാം. +1. ഇത് കണ്ടോ, 1 തന്നെ ഇൻക്രിമെൻ്റ് ആയിട്ടുണ്ട്. അതിൻ്റെ റീസൺ എന്താണ്? ക്യാരക്ടർ ഡാറ്റ ടൈപ്പിൻ്റെ സൈസ് 1 ആണ്. അതുകൊണ്ട് ഇൻക്രിമെൻ്റ് ചെയ്യുമ്പോഴും ആ 1 തന്നെയാണ് ഇൻക്രിമെൻ്റ് ആവുന്നത്. 1 × 1 1 × 1 എന്ന് പറഞ്ഞാൽ 1 തന്നെ. ഓക്കെ, ഇനി അതേപോലെ ഇത് തന്നെയാണ്. ഇപ്പം ഇത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് ജസ്റ്റ് 2 അഡ്രസ്സ് തമ്മിൽ ഒരു അഡ്രസ്സ് ഒന്ന് ആഡ് ചെയ്ത് നോക്കാം. അഡ്രസ്സ് ആഡ് ചെയ്യല്ല, 2 അഡ്രസ്സ് ഒന്ന് സബ്ട്രാക്ട് ചെയ്ത് നോക്കാം. ഒരു അഡ്രസ്സ് ഇതിലുണ്ട്. ഞാൻ വേറൊരു പോയിന്ററും കൂടെ ഉണ്ട്, സ്റ്റാർ ടെംപ് എന്ന് പറഞ്ഞിട്ടൊരു വേറൊരു പോയിന്ററും കൂടെ ചെയ്യണം. ഈ സ്റ്റാർ ടെംപിലോട്ട് ഞാൻ പീനെ ഒരു 3 വെച്ച് ഇൻക്രിമെൻ്റ് ചെയ്യണം. P = 3. ഇനി ആ അഡ്രസ്സാണ് ഞാൻ ഇവിടെ ടെംപിലോട്ട് സ്റ്റോർ ചെയ്യുന്നത്. temp = P. ഇവിടെ ഇപ്പം എന്താ നടക്കുന്നതെന്ന് മനസ്സിലായോ? ആദ്യം എനിക്ക് 2 അഡ്രസ്സ് വേണം. അപ്പം അതിന് ഞാൻ ആദ്യം ഒരു പോയിന്റർ ക്രിയേറ്റ് ചെയ്തു. ആ പോയിന്ററിലേക്ക് നമ്മുടെ എന്നിൻ്റെ അഡ്രസ്സ് സ്റ്റോർ ചെയ്തു. ഇനി ആ അഡ്രസ്സിലേക്ക് ഒരു 3 ആഡ് ചെയ്തിട്ട് ആ അഡ്രസ്സ് ഞാൻ ടെംപിലോട്ട് സ്റ്റോർ ചെയ്തു. ഇനി ഞാനത് ഈ ടെമ്പും പിയും തമ്മിൽ ടെമ്പിൽ നിന്ന് പി ഒന്ന് മൈനസ് ചെയ്യണം. പിയിൽ നിന്ന് ഞാനിവിടെ ഇപ്പോൾ ഇവിടെ നോക്കുക, അതായത് നമ്മളിപ്പോൾ ഇവിടെ ചെയ്തിരിക്കുന്നത് n = 100. അതായത് പിയിൽ ഇപ്പോൾ വന്നിരിക്കുന്നത് നമ്മുടെ ഇത് ഞാൻ റൺ ചെയ്ത് കാണിച്ചു തരാം. ഇവിടെ ശ്രദ്ധിക്കുക, പിയിലിപ്പോൾ വന്നിരിക്കുന്നത് 576 ആണ്. ഞാൻ ലാസ്റ്റത്തെ അഡ്രസ്സ് മാത്രമാണ്, ലാസ്റ്റത്തെ 3 ഇത് മാത്രമാണ് വായിക്കുന്നത്. 576 ആണ് പിയിൽ വന്നിരിക്കുന്നത്. എന്നിട്ട് നമ്മളത് പിയിൽ നിന്ന് ജസ്റ്റ് ഒരു 3 ആഡ് ചെയ്തിരിക്കുകയാണ് ടെമ്പിലോട്ട്. പിയിൽ വന്നിരിക്കുന്നത് 564. ഓക്കെ, ഞാനിവിടെ ടേം മാറ്റിയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. പിയിലെ അഡ്രസ്സ് 564. ദെൻ ഞാൻ 3 ഇൻക്രിമെൻ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ 3 ഇൻക്രിമെൻ്റ് ചെയ്യുമ്പോൾ അത് 12 അതിലേക്ക് ഇൻക്രിമെൻ്റ് ആയിട്ട് 576 ആയി മാറും. എന്നിട്ട് അതൊന്ന് സബ്ട്രാക്ട് ചെയ്യുകയാണ്. സബ്ട്രാക്ട് ചെയ്യുമ്പോൾ ശരിക്കും 12 വരേണ്ടത്, പക്ഷെ അവിടെ 12-ന് പകരം അവിടെ വന്നിരിക്കുന്നത് 3 ആണ്. എന്താ അതിൻ്റെ റീസൺ? ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ജസ്റ്റ് അതിൻ്റെ ഡാറ്റ ടൈപ്പായിട്ട് ഡിവൈഡ് ചെയ്യപ്പെടുന്നുണ്ട്. ഓക്കെ,
ഇതിലെന്തെങ്കിലും സംശയമുണ്ടോ? ഞാൻ പ്രോഗ്രാം ചെയ്തപ്പോൾ ചെറിയൊരു മിസ്റ്റേക്ക് പറ്റി, അതുകൊണ്ട് നിങ്ങൾക്ക് കൺഫ്യൂഷൻ വന്നിട്ടില്ല എന്ന് വിചാരിക്കുന്നു. സീറോ വരില്ല, അത് എനിക്ക് അബദ്ധം പറ്റിയതാണ്. ജസ്റ്റ് ഞാൻ പ്രോഗ്രാമിൽ ഒരു ചെറിയൊരു ലോജിക്കൽ എറർ വന്നതാണ്. ജസ്റ്റ് ഒന്നുകൂടെ പറഞ്ഞുതരാം അത് എങ്ങനെയാണ് വന്നിരിക്കുന്നത്. അതായത് പിയിലുണ്ടായിരുന്നത് 564, ലാസ്റ്റത്തെ അഡ്രസ്സാണ്, അവിടെ സംതിങ് ഇവിടെ ഉണ്ട് 564. എന്നിട്ട് ടെമ്പിലോട്ട് ഞാൻ ചെയ്തിരിക്കുന്നത് P+3 കൊടുത്തിരിക്കുകയാണ്. P+3 എന്ന് പറയുമ്പോൾ അവിടെ വരുന്നത് എത്രയാണ്? ഇതിനോട് കൂടി 12 ആഡ് ചെയ്യുക അല്ലേ? എങ്ങനെ? 3 × 4 അതാണ് ആഡ് ചെയ്യുക. അപ്പോൾ എത്ര വരും? ടെമ്പില് 576 വരും അല്ലേ? ടെമ്പില് ലാസ്റ്റത്തെ ഇവിടെ ഉണ്ട്. ജസ്റ്റ് ഞാൻ ലാസ്റ്റത്തെ 3 ടേം മാത്രമേ എടുക്കുന്നുള്ളൂ. ഇപ്പോൾ പിയിൽ 564 ഉണ്ട്, ടെമ്പിൽ 576 ഉണ്ട്. ഇനി നമ്മൾ ചെയ്യുന്നത് ടെമ്പ് മൈനസ് പി ആണ്. ടെമ്പ് മൈനസ് പി. അങ്ങനെ വരുമ്പോൾ എന്താ സംഭവിക്കുക? 576 മൈനസ് 564 അങ്ങനെ വരുന്നത്. അപ്പോൾ ഇത് വരുമ്പോൾ ശരിക്കും വരേണ്ടത് 12 എന്നാണ്. പക്ഷേ ഇവിടെ 12 വരില്ല. ഡിവൈഡഡ് ബൈ ഡാറ്റ ടൈപ്പ്, സൈസ് ഓഫ് ഡാറ്റ ടൈപ്പും കൂടെ വരും. സൈസ് ഓഫ് ഡാറ്റ ടൈപ്പ് അതായത് 12 ഡിവൈഡഡ് ബൈ 4 ദാറ്റ് ഈസ് ഈക്വൽ ടു 3. ഈ പോയിന്റർ അരിത്തമെറ്റിക്കിൽ വരുമ്പോൾ എപ്പോഴും നമ്മൾ സാധാ നോർമൽ സബ്ട്രാക്ഷനോ നോർമൽ ആയിട്ടുള്ള ഡിവിഷനോ ഒന്നും അല്ല വരിക. അതിൻ്റെ കൂടെ ആ ഡാറ്റ ടൈപ്പിൻ്റെ സൈസും കൂടെ അവിടെ കൺസിഡർ ചെയ്യും. ഓക്കെ, അതുകൊണ്ടാണ് നമുക്ക് അവിടെ ആൻസർ ആയിട്ട് എന്ത് കിട്ടിയത്? 3 എന്ന് കിട്ടിയത്. സബ്ട്രാക്ഷൻ കണ്ടന്റ് ഒന്നും ഞാൻ കൊടുക്കണ്ടായിരുന്നില്ല, ജസ്റ്റ് ആഫ്റ്റർ സബ്ട്രാക്ഷൻ എന്ന് പറഞ്ഞ് കൊടുത്താൽ മതിയായിരുന്നു. കണ്ടന്റ് എന്നൊക്കെ കൊടുത്തായിരിക്കും പ്രശ്നമായി വന്നത്, നിങ്ങൾക്ക് അതും ബുദ്ധിമുട്ടായിട്ടുണ്ടായിരുന്നില്ല. ജസ്റ്റ് ആഫ്റ്റർ സബ്ട്രാക്ഷൻ. അതായത് എത്രയാണ് വരുന്നത്? ടെമ്പിൽ നിന്ന് നമ്മൾ ആ പി സബ്ട്രാക്ട് ചെയ്തപ്പോൾ നമുക്ക് 3 ആണ് കിട്ടിയത്. 12 കിട്ടേണ്ടടുത്ത് 3 കിട്ടി. എന്താ അതിൻ്റെ റീസൺ? ഇത്രയേ ഉള്ളൂ റീസൺ. നമ്മൾ ആ ഡാറ്റ ടൈപ്പിൻ്റെ സൈസുമായിട്ടും കൂടെ ഡിവൈഡ് ചെയ്യപ്പെടും. അപ്പോൾ ഇത്രയും നിങ്ങൾ നോക്കുക. പോയിന്ററൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. നമുക്ക് സിയിലൊക്കെ വരുമ്പോൾ ഇതൊക്കെ ആ കോൺസെപ്റ്റ് മനസ്സിലായ ഒന്നുമില്ല. ഡാറ്റ ടൈപ്പിൻ്റെ ഒരു ഇതും കൂടെ വരുന്നുണ്ട് എന്നുള്ളത് അരിത്തമെറ്റിക്കലി. ഓക്കെ, പിടികിട്ടിയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത്രയാണ്. നിങ്ങളിത് നോക്കുക, നന്നായിട്ട് തന്നെ നോക്കുക. എന്നിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ബാക്കി ഇതിൻ്റെ പോയിന്ററിൻ്റെ ഒരു ലേശം പോർഷനും കൂടെ ഉണ്ട്. അത് കഴിഞ്ഞാൽ തീർന്നു. പിന്നെ ഒരു ഫയല് നമുക്ക് 2 ക്ലാസ്സോട് കൂടി ഇങ്ങോട്ട് നിങ്ങളുടെ ഈ സീൻ്റെ പോർഷൻ കംപ്ലീറ്റ് ആവും. 2 ക്ലാസ്സും കൂടെ വേണം നിങ്ങൾക്ക്. ഓക്കെ, അപ്പം നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം.